നമ്മൾ മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം. 2 എണ്ണം, പിന്നെ ഒരു ഹാഫ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീറ്റ് മസാല, ചിക്കൻ മസാല ഇടണമെങ്കിൽ ഇടാം. പിന്നെ മുളക് പൊടി, പുതിനയില, പിന്നെ പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. മിക്സിങ് നന്നായിട്ട് മിക്സ് ചെയ്തോണം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കുക. പിന്നെ അതില് വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം ഒന്ന് വടിയണം ചെയ്യണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് എല്ലാം ശുഭം. എണ്ണ നമ്മുടെ ഹോർലിക്സ് കുപ്പിയിലാട്ടോ എണ്ണയൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓയിൽ ഒഴിച്ചു കൊടുക്കൂ. വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട് കേട്ടോ. വെച്ച് ഒഴിച്ചോ. ഇതൊരു തട്ടിക്കൂട്ടാണോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാൽ പോലെ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. തീ സിമ്മിലാക്കിയതിന് ശേഷം കുറച്ച് സിമ്മിലാക്കുക. അതിന് ശേഷം നമ്മൾ കടുക് ഓടിക്കോ. അയ്യോ, എണ്ണ കുറച്ചേ ചൂടായിരുന്നു. കുറച്ച് പേര് ചോദിക്കും കറിവേപ്പില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളിനി ഉണക്കി. അപ്പൊ നമ്മളിതാ ക്യാരറ്റും ബീൻസും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളതാണ് ഇവിടെ. അപ്പൊ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അടി പിടിക്കാതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. അടി പിടിച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞു പോകും. അപ്പം ഈ കടുക് പൊട്ടിച്ചതിലോട്ട് നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ക്യാരറ്റ് അതൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് ടേസ്റ്റ് കൂടട്ടെ പറഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെ ഇടാറില്ല. എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലായതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രം കേട്ടോ. ഇനി ഇത് വഴറ്റി വരണം. വഴറ്റി വരുമ്പോഴേക്കും നമ്മുടെ റെഡിയാക്കി വെച്ച മുട്ട പുഴുങ്ങണ പോലെ അല്ല വറക്കുന്ന പോലത്തെ ഒരു റെസിപ്പി ഉണ്ടല്ലോ. ഞങ്ങൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതുപോലെ മുട്ട ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ചിക്കി എടുക്കുക. ചിക്കി നമ്മൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ചിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് കഴിക്കാൻ വായിലോട്ട് അത്ര സുഖം ഉണ്ടാവില്ല. നന്നായിട്ട് ചിക്കിയാല് നന്നായിരിക്കും കഴിക്കും. അതിനുശേഷം നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ചീക്കി ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറിടുക. നിങ്ങൾ ഏതായാലും ചോറിട്ടാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഇപ്പം ഈ ചോറയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോറിട്ട് ഏത് ചോറിട്ടാലും മുട്ടച്ചോറിന് പിന്നെ നല്ല സ്വാദായിരിക്കുമല്ലോ. ഇതേപോലെ നന്നായിട്ട് വഴറ്റിയിടുക. സത്യം പറഞ്ഞത് ചെറിയ ചട്ടി ആയിപ്പോയിട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇത്ര ചോറിട്ടപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടല്ലോ ഇത്ര ചോറിട്ടപ്പോൾ. ഫ്രണ്ട്സ്, നമ്മൾ 3 ആൾ